For the last few hours, there have been repeated violations of the understanding arrived at earlier this evening between the Directors General of Military Operations of India and Pakistan. This is a breach of the understanding arrived at earlier today. The armed forces are giving an adequate and appropriate response to these violations, and we take very, very serious notice of these violations. We call upon Pakistan to take appropriate steps to address these violations and deal with the situation with seriousness and responsibility. The armed forces are maintaining a strong vigil on the situation. They have been given instructions to deal strongly with any instances of a repetition of the violations of the borders along the international border as well as the line of control. Thank you. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അത് സ്ഥിരീകരിക്കുന്നു. ഇത് സീസ് ഫയർ വയലേഷൻ തന്നെയാണ്, വെടിനിർത്തൽ കരാർ ലംഘനം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി കൂടി വ്യക്തമാക്കിയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായത് ഗൗരവകരമായ വയലേഷനാണ്, കരാർ ലംഘനമാണ് എന്ന കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ രണ്ട് രാജ്യങ്ങളുടെയും DGMമാർ, അതായത് ഈ പറയുന്ന മിലിറ്ററി ഓപ്പറേഷൻസിന്റെ സൈനിക മേധാവിമാർ തമ്മിൽ സംസാരിച്ചാണ് ഈ വെടിനിർത്തൽ എന്ന ധാരണയിലെത്തിയത്. അത് പൂർണ്ണമായും ലംഘിക്കുന്ന രീതിയിലുള്ള നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അതിർത്തിയിൽ സേനാ വിഭാഗങ്ങൾ പാക് പ്രകോപനത്തെക്കുറിച്ചും ഒക്കെ. ഇനി എന്ത് ഉണ്ടായിക്കഴിഞ്ഞാലും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേ മാർഗത്തിൽ തിരിച്ചടിക്കാൻ ഇത്തരത്തിലുള്ള ലംഘനങ്ങൾ അത് വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയ വക്താവ് സെക്രട്ടറി പറയുകയായിരുന്നു.